മാലാഖമാരുണ്ട്, മാലാഖമാരുടെ ഗണമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പൈശാചിക ലോകമുണ്ട്, പൈശാചിക ലോകത്ത് ഒരു സൈന്യമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഗബ്രിയേൽ മാലാഖയ്ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്, മിഖായിലിന് മറ്റൊരു ഉത്തരവാദിത്തമുണ്ട്, റഫേലിന് മറ്റൊരു ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെയാണ് പൈശാചിക ലോകത്തുള്ള തിന്മയുടെ ശക്തികളും വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാൻ വേണ്ടിയുള്ള തലവന്മാരും ചെറിയ ഗണവും വലിയ ഗണവും ഒക്കെ അവിടെ ഉണ്ട്. സോ അവരും വെറുതെ ഇരിക്കുകയല്ല, മാലാഖമാരും വെറുതെ ഇരിക്കുകയല്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ സഹായം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കാവൽ മാലാഖമാരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേരിന് കാരണബുദ്ധരായ വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുക. അവരുടെ ഒരു സ്റ്റാച്ചു നിങ്ങളുടെ വീട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ അവരോട് നിരന്തരം പ്രാർത്ഥിക്കുകയോ, അതായത് സ്വർഗ്ഗത്തിൽ നിന്നും ഒരു സഹായം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിന്മയുടെ അരൂപികളുടെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വഴി നിങ്ങൾ നിരന്തരമായി പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്താൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല, 101% നിങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പരാജയപ്പെടുകയാണ്. അപ്പം ചില സമയങ്ങളിൽ ദൈവം സഹനം തന്ന് നമ്മുടെ ആത്മരക്ഷയ്ക്കായി മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. സോ അത് നമുക്ക് വേർതിരിച്ചറിയാൻ നമുക്ക് ചില സമയങ്ങളിൽ പ്രയാസം വരും. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണോ, അത് പിശാച് ഒരു തടസ്സം കൊണ്ടുവരുന്നതാണോ എന്ന്. സോ ഇത്തരം കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ വളരെയധികം ആന്തരികമായിട്ടുള്ള ഒരു ഒരുക്കം, ഒരു ജ്ഞാനം, അല്ലെങ്കിൽ ഒരു ധ്യാനാത്മകമായ ഒരു അവസ്ഥ, ഇതൊക്കെ ഉണ്ടാവണം. ഒരുപാട് ഉള്ളിൽ നിന്ന് നമുക്കത് തിരിച്ചറിയാൻ കുറേ പ്രയാസമാണ്. സോ നമുക്ക് അറിയോ അറിയില്ലേ, ചിലപ്പം ഇതൊക്കെ എന്താണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് ഇത് പിശാചിൽ നിന്നുമല്ല എന്നൊരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി അതിന്റെ സ്വാധീനങ്ങൾക്കുള്ള ഒരു അവസരം നമ്മുടെ ഫാമിലികളിൽ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റും. പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആയി പോകുന്നില്ലല്ലോ. സോ നമുക്കറിയാവുന്ന പ്രാർത്ഥനകളും നമുക്കറിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലുന്നതിന്റെ ഫലമായിട്ട് ഇത്തരം എന്തെങ്കിലും ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറിപ്പോകാൻ കാരണമാകുന്നു. സോ ഇതുപോലെയുള്ള ഒരു രീതി ഈ പൈശാചിക ലോകത്ത് നിന്നും ഉണ്ട് എന്നും അത് നമ്മളെയും നമ്മുടെ ബാക്കിയുള്ളവരെയും നമുക്ക് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒരു ബോധ്യത്തിലേക്ക് എത്തുക. അതുപോലെ തന്നെ മരണം സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾക്ക് അത് അവരുടെ ലൈഫിൽ അത് ഉണ്ടായിട്ടുണ്ട്, ആ മരണം അസ്വാഭാവികമായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവികളുടെ രക്ഷ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഘടകമായിരുന്നു. ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മരണം അവർക്ക് സംഭവിക്കുകയാണെങ്കിൽ അവരുടെ അവസ്ഥ, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടല്ലോ. സോ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് നിങ്ങളുടെ കുടുംബങ്ങളിൽ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതൊരു ആത്മീയ തലമാണ്. പക്ഷെ മരണപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന്റെ ഗതിയെയും അതിന്റെ ജീവിതത്തിന്റെ ഭാഗത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. സോ മരിച്ചുപോയ സഹോദരങ്ങൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സമോ പ്രയാസമോ കാണുമ്പോൾ അതിനെയും പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് നേരിടാനായിട്ട് ശ്രമിക്കുക.